പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. റമദാൻ ഒക്കെയാണ്, എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ട്. അപ്പം നോമ്പെടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായി അത്താഴത്തിന് ഭക്ഷണം നന്നായി കഴിക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പഠനം ആരംഭിക്കേണ്ടത്. പഠിച്ച് തുടങ്ങിയാൽ തുടർച്ചയായി ഒരു 2 മണിക്കൂർ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ അത്താഴത്തിന് കഴിക്കാൻ പറ്റിയ ഭക്ഷണം നല്ല ഓട്സ്, എഗ്ഗ്, അതുപോലെ ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം പഠിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ചെയ്തു വിടുന്നുണ്ട്. അപ്പം ഏറ്റവും പ്രയാസമേറിയ ഭാഗമായ ട്രിഗണോമെട്രി, ഇതിലത്തെ ചോദ്യങ്ങളാണ് കൂടുതൽ ചെയ്തു വിടുന്നത്. അപ്പോൾ 24B ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ട്രിഗണോമെട്രിയുടെ ഭാഗമായി ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തുടർച്ചയായ മോഡൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 24Bയിൽ പറയുന്ന ചോദ്യം, ദ ലെങ്ത് ഓഫ് 2 sides of a triangle are 6 centimeters, 10 centimeters and the angle between them is 35 degree. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? സെയിം സൈഡ്, the same, but the angle between them 145. സൈഡ് ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ട്രയാങ്കിളിന്റെ ഏരിയ കാണാം, സൈഡ് സെയിം ആണ്, പക്ഷേ ആംഗിൾ എന്തായാലും നേരത്തെ ഉള്ള 35 നിന്ന് 145 ആയി. അപ്പൊ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ചിത്രം നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഏകദേശ ചിത്രം വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പൊ 35 ഡിഗ്രി ആംഗിൾ 90നേക്കാൾ കുറവല്ല. അപ്പൊ ആ രൂപത്തിൽ ശരിച്ച് നമ്മൾ ചിത്രം വരയ്ക്കുന്നു, അളവുകൾ അടയാളപ്പെടുത്തുന്നു. ഇതൊക്കെ ഏകദേശം ഒരു ചിത്രം, നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം കിട്ടും, ഏകദേശം ഒരു ചിത്രം കൃത്യമായി വരച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അടിഭാഗത്ത് അതിന്റെ അളവ് കൊടുക്കുന്നു, സൈഡിൽ അളവ് കൊടുക്കുന്നു, ആംഗിൾ കൊടുക്കുന്നു, ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പൊ ബേസ് കിട്ടി. അപ്പൊ ഏതൊരു ട്രയാങ്കിളിന്റെ ഏരിയ കാണുക നമുക്കറിയാം ഹാഫ് BH വെച്ചിട്ട് ഏരിയ കാണാൻ സാധിക്കും. അപ്പം ഇതിൽ H അറിഞ്ഞൂടാ, അപ്പൊ ഈ സൈഡ് അറിയാം, ബേസ് അറിയാം. അപ്പൊ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ വെച്ചിട്ടാണ്, നമ്മൾ ആംഗിൾ അറിയാമെങ്കിൽ സൈഡും അറിയാമെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മറ്റേ സൈഡ് കണ്ടെത്താം, ഹൈറ്റ് കണ്ടെത്താം. അപ്പൊ നമ്മൾ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കണം എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കുക? നമ്മൾക്ക് കാണേണ്ട ഏത് സൈഡാണോ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന അളവ് ഏതാ നോക്കുക, അതിന് പറ്റിയ ഏത് റേഷ്യോ ആണോ ഉള്ളത് അത് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് H ആണ്. അപ്പൊ തന്നിരിക്കുന്ന ആംഗിളിലെ ഓപ്പോസിറ്റ് സൈഡാണത്. തന്നിരിക്കുന്നത് അവിടെ നമ്മൾ വരച്ച ട്രയാങ്കിളിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നത്, 6 സെന്റിമീറ്റർ തന്നത്. അപ്പം ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അത് ഏത് റേഷ്യോ ആണെന്ന് നോക്കുക. അത് സൈൻ ആണെന്ന് മനസ്സിലാകുകയും അങ്ങനെ സൈൻ 35 നമ്മൾ എടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ സൈൻ 35 എടുത്താൽ H/6 എന്ന് എഴുതാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ H is equal to sin 6 into sin 35 ആവും. sin 35 ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ 6 into 0.5736 എന്നാണ് അതിന്റെ ഡിജിറ്റ്. അപ്പോൾ ആൻസർ 3.4416 എന്ന് വരും. ഏത് H ഹൈറ്റ് കിട്ടി. ഹൈറ്റ് കിട്ടിയാൽ എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു 10, ബേസ് 10 ആണ്. H 3 പോയിന്റ് സംതിങ്, 2 ഡിജിറ്റ് ഒക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഒരുപാട് ഡെസിമൽ ഇട്ടിട്ട് ഇൻറ്റു ചെയ്ത് ഒരുപാട് സമയം പോക്കരുത്. അപ്പൊ 17.208 കിട്ടും അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ ഇതേ വശങ്ങളും ആണ്, അതേസമയം അതിന്റെ ഇടയിലുള്ള കോണുകൾ 145 ആവും. അപ്പം നമുക്കറിയാം 35 നമ്മൾ ഇങ്ങനെ വെച്ചെങ്കിൽ 145 എങ്ങനെ 90 ഇങ്ങനെ 145 ഇങ്ങനത്തെ ഒരു റഫ് ഫിഗർ വെക്കണം. അപ്പം ട്രയാങ്കിൾ 145 ആംഗിൾ 10 6 നേരത്തെ അതേ സൈഡ് തന്നെ. അപ്പം ഈ